നിന്ന് പല ആവശ്യങ്ങൾക്കും മലിനീകരണ ബോർഡുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരു കമ്പനിയാണ് ഈ CMRL. ആ CMRLാണ് പിണറായി വിജയൻ ഈ മലിനീകരണ ബോർഡ് ഏറ്റെടുത്തതിന് ശേഷമാണ് മാസപ്പടി വീണയുടെ അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങിയത്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഈ സ്വകാര്യ നിക്ഷേപങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകൂല. എങ്ങനെ മുന്നോട്ട് പോകണേ? കടെടുത്തിട്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ ഭരണത്തിലേക്ക് വരുമ്പോൾ 2016 കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 1.2 ലക്ഷം കോടിയാണ്. മനസ്സിലായില്ലേ? 1,20,000 കോടി രൂപ. 1 ലക്ഷത്തിൽ മുകളിൽ 1.5 ലക്ഷം കോടി രൂപയായിരുന്നു കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ ഇറങ്ങുമ്പോഴോ 5 ലക്ഷം കോടി. ഈ പറയുന്ന സ്വകാര്യ നിക്ഷേപങ്ങളൊന്നും വേണ്ട. കടമെടുത്ത് അതിന് പലിശ കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകാനാണോ? ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഏത് സ്ഥാപനം രക്ഷപ്പെടാൻ പോകുന്നത്? ഉള്ളതൊക്കെ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥ ഉണ്ടാകുന്നല്ലാതെ ഏതാ രക്ഷപ്പെടാൻ പോകുന്നത്? എന്നിട്ട് ഇതും പോരാഞ്ഞിട്ട് ഈ പറയുന്ന പൊതുഖജനാവിൽ നിന്ന് അങ്ങോട്ട് നഷ്ടം നികത്താൻ വേണ്ടി അങ്ങോട്ട് സർക്കാർ സഹായം ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊക്കെ. എന്നിട്ട് സ്വകാര്യ നിക്ഷേപം വരണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, കൃത്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും, കമ്പനികൾ ലാഭത്തിലേക്കാകും. അതാ വേണ്ടത്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇവരുടെ അവസ്ഥ എന്താ? തിന്നൂല്ല തീറ്റിക്കൂല്ല. അത് സതീശനോട് വേണ്ട. സഖാക്കളുടെ അണ്ണാക്കിൽ പൊട്ടിച്ച മറുപടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിയമസഭയിൽ കൊടുത്തിട്ട് വന്നപ്പോൾ ഇപ്പുറത്തുനിന്ന് ബാലഗോപാലിനും പിണറായി വിജയനും ഒരുമിച്ച് വാർത്താ സമ്മേളനം. നിങ്ങളൊന്ന് ആലോചിച്ച്, പിണറായി വിജയൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം വാർത്താ സമ്മേളനം തൻ്റെ കൂടെ ആരെങ്കിലും ഒരാളെ ഇരുത്തിയിട്ടുണ്ടോ? ഇന്നത് ഇരുത്തി ബാലഗോപാലിനും പിണറായി വിജയനും പാടെ വാർത്താ സമ്മേളനം. കഴിയേണ്ട താമസമില്ല, ഉടൻ മറുപടിയും വന്നു. കൊടുത്തു നെരിപ്പായിട്ട് വെടി വയറ് നിറയെ എന്ന് പറയുന്നത്. ആ മനുഷ്യനിൽ കാണുന്ന ഒരു പ്രത്യേകത എന്തറിയോ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്ക്. സ്വകാര്യ നിക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും ആ മനുഷ്യൻ അതിന് എങ്ങനെയാ കേരളത്തിലെ ജനങ്ങളുമായി കണക്ട് ചെയ്ത് നോക്കി നിങ്ങൾ. ഈ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എത്ര യുവാക്കൾ നമുക്കിടയിൽ ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഇനി ജോലിക്ക് പോകുന്ന ആൾക്കാരോ ഈ എഞ്ചിനീയറിംഗ് പഠിച്ച പണി അവർ എടുത്ത ഗ്രാജുവേഷനുള്ള ജോലിക്കാണ് അവർ പോണത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? സ്വകാര്യ നിക്ഷേപങ്ങൾ ഉണ്ടാവണം, എന്നാലേ നമ്മുടെ നാട് നന്നാവുള്ളൂ. വികസനം ഉണ്ടാവണോ? സ്വകാര്യ നിക്ഷേപങ്ങൾ വരണം. തൊഴിലവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ വരണം. എന്നാലേ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുള്ളൂ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ, കമ്മിറ്റ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. കൃത്യമാണ് VDയുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്.